റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസിസ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. ആസിഡിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ഫോർമുല അറിയാലോ അല്ലേ? ഇതാണ് ഇക്വേഷൻ എങ്കിൽ ഇതാണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എഴുതേണ്ട എന്ത് ഫോർമുല അല്ലേ? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ അറിയാം. പി കെ എ എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗ് ഓഫ് കെ എ എന്നാണ്. ഓക്കെ, ഇതൊരു മാത്തമാറ്റിക്കൽ യൂസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കെ എന്റെ വാല്യൂ 10⁻⁻⁻ വാല്യൂ ആണ് വരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മൈനസ് ലോഗ് കെ എ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസിന് എടുക്കുമ്പോൾ നമുക്ക് 10⁻⁻ വാല്യൂ 10 ഭയങ്കര വലിയ വാല്യൂസ് ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണല്ലേ? കുറച്ചും കൂടെ 1 2 3 4 എന്ന് പറയാൻ എളുപ്പമായതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ലോഗ് ഓഫ് കെ എടുക്കും. ഇപ്പൊ 10⁻⁻14 ആണെന്ന് കരുതുക. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ലോഗ് ഓഫ് കെ എടുക്കുമ്പോൾ ആ വാല്യൂ എന്താവും? 14 ആയി മാറും. ഓക്കെ, അപ്പൊ ആ വാല്യൂ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് ഡീൽ ചെയ്യാൻ അല്ലേ? ഓക്കെ, അതിനാണ് നമ്മൾ പി കെ എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതേപോലെ പി കെ ബി എന്നും പറയും ബേസിന്. നമുക്ക് പോവാം. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, സ്ട്രോങ് വേഴ്സസ് വീക്ക്. ലാർജ് കെ എ വാല്യൂ ആണെങ്കിൽ സ്മോൾ പി കെ എ വാല്യൂ ആയിരിക്കും. ഓക്കെ, അത് കണ്ടുപിടിച്ച് നമ്മൾ നെഗറ്റീവ് ലോഗ് എടുക്കുമ്പോഴത്തേക്ക് അത് സ്മോൾ കെ എ വാല്യൂ. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ലോഗ് ഓഫ് കെ എ ആണ് അല്ലേ? നമ്മൾ കെ എന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കെ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ കണ്ടാൽ മനസ്സിലാവും കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എ മൈനസിന്റെ ഈ ഒരു ഇക്വേഷൻ വരുന്നൊരു എന്താണ് ആൻസർ ആണ്. ആ 10 സംതിങ് വാല്യൂ ആയിരിക്കും. അപ്പൊ അതിന്റെ നെഗറ്റീവ് ലോഗറിതമിക് വാല്യൂ എടുക്കുമ്പോഴത്തേക്ക് ഹൈ വാല്യൂ ഓഫ് കെ എ ആണെങ്കിൽ അത് ലോ വാല്യൂ ആയി മാറും. ബിക്കോസ് ലോഗറിതം എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ സ്മോൾ ആവുന്ന പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം ലാർജർ വാല്യൂ ഓഫ് കെ എ ആണെങ്കിൽ, ലാർജ് വാല്യൂ ഓഫ് കെ എ ആണെങ്കിൽ സ്ട്രോങ് ആസിഡ് ആവണ്ടേ? കെ എന്റെ ഇക്വേഷനിൽ നോക്കിയാൽ കാണില്ലേ? ഓക്കെ, അപ്പം സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ അതിന്റെ പി കെ വാല്യൂ കുറവായിരിക്കും. ഓക്കെ, വീക്ക് ആസിഡ് ആണെങ്കിൽ വൈസ് വേഴ്സ. എന്താ തിരിച്ച്, വീക്ക് ആസിഡ് ആണെങ്കിൽ സ്മോൾ കെ എ വാല്യൂ ആയിരിക്കും, ലാർജ് പി കെ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി അതിന്റെ റിലേഷൻഷിപ്പ് നോക്കിയാൽ എസിഡിക് സ്ട്രെങ്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/pKa. എന്ന് വെച്ച് കഴിഞ്ഞാൽ എസിഡിക് സ്ട്രെങ്ത് കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ പി കെ വാല്യൂ കുറയും അല്ലേ? സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ അതിന്റെ പി കെ വാല്യൂ കുറവായിരിക്കുന്നുണ്ട്, വീക്ക് ആസിഡ് ആണെങ്കിൽ അതിന്റെ പി കെ വാല്യൂ ലാർജ് ആയിരിക്കുന്നുണ്ട്. അപ്പൊ എസിഡിക് സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ? ഓക്കെ, ഇനി കോൺസെപ്റ്റ് ഓഫ് ബേസ്. ബേസ് ആണെങ്കിൽ ബേസിന്റെ ഇക്വേഷൻ ബി പ്ലസ് എച്ച് ടു ഒ. നമ്മളെ ബേസിന്റെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ബി എച്ച് പ്ലസ് പ്ലസ് ഒ മൈനസ് ഒ എച്ച് മൈനസ്. ഓക്കെ, ബി ഒ എച്ച് എടുത്താലും മതി. ഇവര് ബി ഒ എച്ച് എടുക്കാണ്ട് ബി എച്ച് എടുത്ത ഞാൻ നോട്ട് ഉണ്ടാക്കിയ ടെക്സ്റ്റിൽ ഇങ്ങനെയാ കിടന്നത്, അപ്പൊ അങ്ങനെ എഴുതിയതേ ഉള്ളൂ. നമ്മൾ നോർമലായിട്ട് എന്താണോ പഠിച്ചത് അത് നോക്കിയാൽ മതി. ബി പ്ലസ് എച്ച് ടു ഒ, ബി പ്ലസ് എച്ച് ടു ഒ. അപ്പൊ എച്ച് ടു നമുക്ക് എന്തായിട്ട് ചെയ്താ എച്ച് പ്ലസ് പ്ലസ് ഒ എച്ച് മൈനസ് എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ ഇത് ബി എച്ച് പ്ലസ് പ്ലസ് ഒ എച്ച് മൈനസ് ആയി. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പം CH3COOH എഴുത്, നോട്ടിൽ എഴുതുന്ന മനസ്സിലാവും. CH3COOH ബേസ് എഴുതിയോ? പ്ലസ് H2O എഴുത്. എഴുതി. അപ്പം H2O എന്താ? എച്ച് പ്ലസ് പ്ലസ് ഒ എച്ച് മൈനസ് ആണ്. അപ്പൊ അതിനകത്തുനിന്ന് അല്ല CH3COO മൈനസ് എഴുതിയാൽ മതിയേ. ഓക്കെ, ബേസ് അല്ലേ? അപ്പൊ അതിന് വാട്ടറിന് ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ CH3COOH ആവില്ലേ? പ്ലസ് ഒ എച്ച് മൈനസ്. ഓക്കെ, ഇല്ല ഇല്ല. ഓക്കെ,
അപ്പൊ അതിന്റെ കെ ബി എഴുതി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഏതാ അല്ലേ? ഓക്കെ. അപ്പൊ പി കെ ബി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗ് ഓഫ് കെ ബി. ഓക്കെ, അത് ജനറൽ ഫോമുല, നമുക്ക് മാത്തമാറ്റിക്സ് ഒന്ന് ഈസി ആക്കാൻ വേണ്ടി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി റിലേറ്റീവ് സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ് ബേസ് എന്തായിരിക്കും? പി കെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ മൈനസ് ലോഗ് കെ ബി എന്ന് പറയുന്ന ഫോമുല നമ്മൾ ഈ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ് എഴുതും. അതിൻ്റെ അടുത്ത് അത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ സ്ട്രോങ് പി കെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ ഫോം പി റേസ് ടു കെ ബി എന്നാണ് നമ്മൾ പറയാറ്. അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഇത് ആക്ച്വലി പി കെ ബി പി എച്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ വാല്യൂനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. നെഗറ്റീവ് ലോഗ് ഓഫ് കെ ബിക്ക് ഒരു കോൺസ്റ്റന്റ് പേര് കൊടുത്തു. ഇപ്പൊ കെ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ റിയാക്ഷൻ കോൺസ്റ്റന്റ് കെ ആന്ന് പറഞ്ഞില്ലേ? ആ കെന് വലിയ ഫുൾ ഫോം ഇല്ലല്ലോ. അതുപോലെ പി കെ ബി എന്നുള്ളൊരു വാല്യൂ അവർ കൊടുത്തു. എന്തിനാ കൊടുത്തതെന്ന് എനിക്കറിയില്ല, അങ്ങനെയാണ്. ഓക്കെ. ഓക്കെ. പി കെ ബി ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കെ ബി ആണെങ്കിൽ സ്ട്രോങ് ബേസ് ആണെങ്കിൽ ലാർജ് കെ ബി വാല്യൂ ആയിരിക്കും, സ്മോൾ പി കെ ബി വാല്യൂ ആയിരിക്കും. സെയിം നമ്മൾ ആക്ച്വൽ എന്താണോ പഠിച്ചത് തന്നെ അതിനകത്ത് ബേസ് ഇടുന്നതേ ഉള്ളൂ. ഇനി റിലേഷൻ ബിറ്റ്വീൻ കെ എ ആൻഡ് കെ ബി. കെ എ എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് അല്ലേ? കെ ബി എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ്. അതിപ്പോ നമ്മൾ കണ്ടില്ലേ എന്താണ് ഫോമുല, എന്താണ് എന്തൊക്കെ മൈൻഡിൽ വരുന്നില്ലേ? പി കെ എന്ന് പറയുമ്പോൾ അല്ലെ കെ എന്ന് പറയുമ്പോൾ കെ ബി എന്ന് പറയുമ്പോൾ അല്ലേ? എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. റിയാക്ടന്റ്. പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആദ്യം പറഞ്ഞത് റിയാക്ടന്റ് ആണ്. ഓ ആസിഡ് വെച്ചിട്ടല്ലേ നമ്മൾ തുടങ്ങുന്നേ. ഓക്കെ. ഇൻ റിലേഷൻ ബിറ്റ്വീൻ കെ എ ആൻഡ് കെ ബി. കെ എന്ന് പറയുന്ന ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ്, കെ ബി എന്ന് പറയുന്ന ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ്, കെ ഡബ്ല്യു എന്ന് പറയുന്ന ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ ആണ്. അത് നമ്മൾ മുന്നിൽ പഠിക്കും. ഓക്കെ. ഓക്കെ. ആ വാല്യൂ നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താ കിട്ടുക? 10⁻⁻14 ആണ് കിട്ടുക. അത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. -14. 1 ആണ്, 1 ആണ്. ഓക്കെ. ഇത് ക്ലിയർ ആയില്ലേ? ഇനി അതിന്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ എന്താവും? പി കെ എ ആവും, ഇത് പി കെ ബി ആവും അല്ലേ? ലോഗ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ നടുക്കുള്ള ഇൻറ്റു പോസിറ്റീവ് ആവേ. അങ്ങനെയുണ്ട്. അപ്പൊ പി കെ എ പ്ലസ് പി കെ ബി ഈക്വൽ ടു 14 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ 10⁻⁻14 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഡീൽ ചെയ്യേണ്ട, അത് 14 ആയി മാറും. നെഗറ്റീവ് ലോഗ് ഓഫ് കെ എന്ന് എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ലോഗ് 14 വാല്യൂ കിട്ടും. ഓക്കെ. അതാണ് ഈ ഇക്വേഷൻ. ഇതൊക്കെ മുന്നിൽ എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രോബ്ലംസ് ഉണ്ടാവും.
ഇപ്പൊ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളെ സിലബസിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ടീച്ചർ ചെയ്യിപ്പിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പൊതുവേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് ബേസിക്സ് ആണ്. ബേസിക് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണോ BSc ലെവലിൽ അറിയില്ല. എന്നാലും ഇത്ര കാലം ഉണ്ടായ പേപ്പറിൽ പ്രോബ്ലംസ് ഉണ്ടായില്ലേ? ഓ ആണ്. അപ്പൊ കഴിഞ്ഞ സെം ഒക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അസിഡിക് സ്ട്രെങ്ത് അടുത്ത ടോപ്പിക്കാണ്. ഓക്കെ. ഇലക്ട്രോനെഗറ്റിവിറ്റി, സൈസ്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, പിന്നെ റെസണൻസ് സ്റ്റെബിലൈസേഷൻ എന്ന ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നത്. എന്ത്? അസിഡിസിറ്റീനെ, അസിഡിക് സ്ട്രെങ്ത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ എഫക്ട് ചെയ്യും. പക്ഷെ അത് ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തിങ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ല, സബ് ഹെഡിങ്സ് ഒന്നാണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്ന വേറെ കാര്യങ്ങളാണ്. ആം, ഇത് ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ആവശ്യം വരിക. എടുത്ത് എല്ലാം ഹെഡിങ് ആയിട്ട് ഇടില്ല. ഇതില് എന്ത് സിലബസില് ചിലപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ടാവായിരിക്കും. ഉം. ചില കാര്യം എല്ലാ കാര്യവും ചിലത് സബ് ഹെഡിങ് ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പം എന്താ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് പഠിക്കുമ്പോൾ അതിനകത്ത് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ സ്ട്രെങ്ത് നോക്കണമെങ്കിൽ നമ്മൾ ഇന്ന ഫാക്ടർ നോക്കണം. ഓക്കെ. അപ്പൊ അതിപ്പോ നോക്കാണ്ട് നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലായോ? ഓക്കെ. ഇലക്ട്രോനെഗറ്റിവിറ്റി. Electronegativity within a period acidicity increases as electronegativity increases. ഓക്കെ. അസിഡിസിറ്റി ഇൻക്രീസ് ചെയ്യും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച്. പീരീഡിൽ നമ്മൾ എങ്ങനെയാ പോകുന്നത്? കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അങ്ങോട്ടേക്കല്ലേ പോകുന്നത് നമ്മൾ പീരീഡ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മൾ പീരീഡ് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂടുന്നുണ്ട്? പീരീഡിൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താ കൂടുക? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടും. ആറ്റത്തിന്റെ ഇലക്ട്രോൺ പിടിച്ചു വെക്കാനുള്ള കഴിവ്. ഇപ്പം ജസ്റ്റ് ഓർമ്മ വരുന്നില്ലെങ്കിൽ ആലോചിച്ചാൽ മതി. പീരീഡിന്റെ അങ്ങേ അറ്റത്തിരിക്കുന്നത് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പം പീരീഡിന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ. ഓക്കെ. ഓക്കെ. അപ്പം ഈ ഇത് എഴുതിയത് മനസ്സിലാവോ? ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് HF വിൽ ബി ഗ്രേറ്റർ ദാൻ H2O, വിൽ ബി ഗ്രേറ്റർ ദാൻ NH3, വിൽ ബി ഗ്രേറ്റർ ദാൻ CH4. ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ആ ആ മനസ്സിലായി. ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് എസിഡിസിറ്റി എന്ന് പറയുന്നത് എന്താ? അല്ല, എസിഡിസിറ്റി എന്ന് പറഞ്ഞാൽ H+ കൊടുക്കാൻ പറ്റുന്ന കഴിവ് അല്ലേ? അപ്പൊ നമ്മള് എന്റെ കൂടെ ഇപ്പൊ ഫ്ലൂറിനുള്ള ഞാൻ ഹൈഡ്രജൻ എന്ന് കരുതുക. ഓക്കെ. എൻ്റെ അടുത്തുനിന്ന് എല്ലാം എൻ്റെ അടുത്തുള്ള ഇലക്ട്രോൺ മൊത്തം ഫ്ലൂറിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ H+ ആയിട്ട് പോകേണ്ട കഴിവ് കൂടുതലല്ലേ? അതുകൊണ്ടാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കുന്നത്. എച്ചിന്റെ അടുത്തുള്ള ഇലക്ട്രോണും കൂടെ ആര് തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട്? ഫ്ലൂറിൻ തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായോണ്ട് അതിന് എല്ലാ ഇലക്ട്രോണും വേണം. ഓക്കെ. മനസ്സിലായോ? ഓക്കെ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാല് എന്താ ഓർമ്മ നിൽക്കും. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാല് ഇലക്ട്രോൺ എന്താ ഏം, അതിലോട്ടേക്ക് ആകർഷിക്കേണ്ട കഴിവ്, അട്രാക്ട് ചെയ്യേണ്ട കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയാ. അതിന് ഇലക്ട്രോൺ ആവശ്യമാണ്. അപ്പൊ ഫ്ലൂറിൻ എനിക്ക് ഇലക്ട്രോൺ എന്താ തട്ടിപ്പറിക്കേണ്ട കഴിവെന്ന് പറയാം. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇപ്പൊ ഞാൻ ഫ്ലൂറിൻ ഇലക്ട്രോനെഗറ്റീവ് ഓക്സിജനെക്കാളും കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇലക്ട്രോൺ എടുക്കേണ്ട കപ്പാസിറ്റി ഓക്സിജനെക്കാളും കൂടുതലാണ്.
ഉം? ഹൈഡ്രജൻ അല്ല, ഇലക്ട്രോൺ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എടുക്കേണ്ട കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എനിക്ക് ഇലക്ട്രോൺ ആവശ്യമാണ്. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് തട്ടിപ്പറിച്ചെടുക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ വിശന്നൊരു റെസ്റ്റോറന്റിൽ ഇരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് നിന്നെക്കാളും വിശപ്പുണ്ട്. ഓക്കെ, ഞാൻ നിന്റെ പ്ലേറ്റിലുള്ള എടുക്കേണ്ട ടെൻഡൻസി കൂടുതലാണ്. നീ അപ്പൊ H+ ആയിട്ട് പോകേണ്ട ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ. ഓ, ആ ബേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ സ്ട്രെങ്ത് പറയുന്നത്, അസിഡിക് സ്ട്രെങ്ത് പറയുന്നത്. ആ ബോണ്ട് പൊട്ടിക്കാനുള്ള കഴിവ് കൂടുതൽ ഫ്രൂഡിനാണ്. മനസ്സിലായിനോ? ഓക്കെ, ഓർമ്മ നിൽക്കത്തില്ലേ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ? ഓക്കെ, ഇനി സൈസ് അല്ലെങ്കിൽ ബോൺ സ്ട്രെങ്ത്. ഓക്കെ, നമ്മൾ ഗ്രൂപ്പിൽ താഴോട്ടേക്ക് പോകുമ്പോൾ എന്ത് എന്ത് കൂടും? സൈസ് കൂടും. ഇപ്പോൾ നിങ്ങൾ രണ്ട് ഫ്രണ്ട്സ് കൈ പിടിച്ചിരിക്കുന്നതാണ് വിചാരിക്കുക. ഓക്കെ, നമുക്ക് ആ കൈ പിടിച്ചിരിക്കുന്ന പ്രോസസ്സിനെ ബോണ്ട് എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു തടിച്ച ആളാണ് ഇരിക്കുന്നത്. ഓക്കെ. ഓ, ഒരു തടിച്ച ആളിരിക്കുന്ന ഒരു മെലിഞ്ഞ ആളിരിക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിന്റെ എഫക്റ്റീവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈപിടുത്തത്തിന്റെ സ്ട്രെങ്ത് ഈ തടി കൂടുന്നതിനനുസരിച്ച് കുറയൂലേ? അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ വരുന്ന മാസ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യൂലേ? അതുപോലെ തന്നെ താഴോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് എസിഡിസിറ്റി എന്താവും? കുറയും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് വീക്കാവും. ഓക്കെ, HI എന്ന് പറയുമ്പം ഐ ഭയങ്കര വലുതാണ്. ഓക്കെ, അതിന്റെ അറ്റോമിക് ഓർബിറ്റല് ഓ സ്ട്രെങ്ത് കുറയും. അപ്പം എസിഡിസിറ്റി കൂടുക. ഓക്കെ, എസിഡിസിറ്റി ഇൻക്രീസസ് ബിക്കോസ് ഇനി ഓക്കെ, ഞാൻ തെറ്റ് പറഞ്ഞു. ഞാൻ ഇവിടെ എന്താ പറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റിന്റെ കാര്യത്തില്? ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റാണ്. അപ്പൊ സൈസിനനുസരിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ബോൺ സ്ട്രെങ്ത് കുറയുന്നതനുസരിച്ചിട്ട് ഒരാൾക്ക് വിട്ടു പോകേണ്ട കഴിവ് കൂടുതലാണ് അല്ലേ? മറ്റയാൾ എഫക്റ്റ് ആവില്ലേ? ഇനിയിപ്പോ ഞാൻ പറയാം, നിങ്ങൾ രണ്ട് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, സൈസിനനുസരിച്ച് തന്നെ ഇത് കെമിസ്ട്രി വെച്ചിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അയഡിന്റെ ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് താഴോട്ട് പോകുമ്പം അയഡിന്റെ സൈസ് കൂടും. അയഡിൻ, ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ. ഓക്കെ, അയഡിന്റെ സൈസ് കൂടും. അപ്പൊ അതിന്റെ ഇഫക്റ്റീവ് ബോണ്ട് എന്തായിരിക്കും? കുറയും. അപ്പൊ ബോണ്ട് ലെങ്ത് കുറയുമ്പോൾ ഹൈഡ്രജൻ വിട്ടു പോയാലും അയഡിൻ എന്താ വലിയ പ്രശ്നം വരില്ല. ഇതിലിങ്ങനെ എഫക്റ്റ് ആകും. മനസ്സിലായോ? അവരിങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം അസിഡിക് സ്ട്രെങ്ത് എന്താവും? കൂടും. H+ പോവും. വലിയ പ്രശ്നമൊന്നും വരില്ല. നമുക്ക് ആക്ച്വലി ഒരു ബോണ്ട് പൊട്ടിയ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അസിഡിക് സ്ട്രെങ്ത് കുറയും. വിടാണ്ടിരിക്കുള്ളൂ. H+ കൊടുക്കില്ല. ആ ബോണ്ട് എഫക്റ്റ് എന്റെ സ്റ്റെബിലിറ്റി പോവും. ഓക്കെ, HI ഒരു കമ്പൗണ്ട് ആണ്. ഓക്കെ,
HF പോലെ HI ഒരു കോമ്പൗണ്ട് ആണ്. ഓ ആ പീരിയോഡിക് ടേബിളിൽ സെപ്പറേറ്റ് ഇരിക്കുന്നത് അത് ഓരോ എലമെന്റ്. ഇത് കമ്പൗണ്ട്. ഓക്കെ, എച്ച് എന്ന് പറയുന്നതിൽ ഒരു എച്ച്, അതിന്റെ പല പല എക്സാമ്പിൾ ആണ് HBr, HCl, HI. ഓക്കെ. ആ ഓക്കെ. അപ്പൊ ഈ കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? സൈസ് കൂടുമ്പം ബോണ്ട് സ്ട്രെങ്ത് കുറയും, ബോണ്ട് സ്ട്രെങ്ത് കുറയുമ്പോൾ അസിഡിക് ക്യാരക്ടർ കൂടും. ഓക്കെ. ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്താണ്? ഇലക്ട്രോൺ വെച്ചിട്ടാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വരുന്നത്. ഏഹ് അല്ല, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്ക് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും. ഇലക്ട്രോൺ കൊടുക്കുന്നയാണെങ്കിൽ പ്ലസ് ഐ ഇഫക്റ്റും, വാങ്ങുന്നയാണെങ്കിൽ വിഡ്രോ ചെയ്യാമെങ്കിൽ മൈനസ് ഐ ഇഫക്റ്റും. ആ ഇപ്പം കാർബൺ പോലത്തെ മോളിക്യൂൾസ് ഇലക്ട്രോൺ കൊടുക്കുക ചെയ്യാം ഒരു ബോണ്ട് വഴിയെ. ആ എന്തൊക്കെ പറഞ്ഞോ? ആ എന്താ ചെയ്യാ, കാർബൺ പോലത്തെ മോളിക്യൂൾ CH3 ആണുള്ളെങ്കിൽ ഇലക്ട്രോൺ കൊടുക്കുവായി, അപ്പൊ നമുക്ക് അവിടെ പ്ലസ് ഐ ഇഫക്റ്റ് കാണാൻ പറ്റുക. പക്ഷെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്തായിരിക്കും? ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇലക്ട്രോൺ വിഡ്രോ ചെയ്യാൻ ഇങ്ങോട്ടേക്ക് ആകർഷിക്കേണ്ട കഴിവ് അല്ലെങ്കിൽ നീഡ് Cl- കൂടുതലാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഇലക്ട്രോൺ ആണ് വേണ്ടത്, അപ്പൊ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യും അത്. ഓക്കെ, മനസ്സിലായോ? ഇലക്ട്രോൺ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിനക്കും ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്തുള്ള ഇലക്ട്രോൺ എന്റെ അടുത്തോട്ടേക്ക് ആക്കും. ആ ചോദിച്ചു ചോദിച്ചു. ഇപ്പൊ ഞാനും നീ ഒരു ബോണ്ടാണെന്ന് വിചാരിക്കുക. ആ ഇവിടെ ഇവിടെ ഇപ്പൊ CH3COOHഉം Cl CH3COOH ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആരുടെ കൂടെയാണോ ബോണ്ട് ഉള്ളത് ആ ബോണ്ട് ഉള്ള മോളിക്യൂളിന് വലിക്കും. ഓ അല്ല, നമുക്കറിയാം, നമ്മൾ ഫോർമുല വരച്ച് സ്ട്രക്ചർ വരച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഉം, ഞാൻ കാണിച്ചു തരാം. ഉം, ഉം. ഇപ്പൊ ഹലോ.
ഹലോ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, ഞാനിവിടെ കാണിച്ചു തരാം. CL C, എന്താണ്, C O O, ഇതൊരു ബോണ്ടാണ്, OH. ഇങ്ങനെയാണ് നമുക്കറിയാം. ഇതിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇതിന്റെ ഇടത്തോട്ടേക്ക് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ. എല്ലായിടത്തും ബാധിക്കും, പക്ഷെ സ്ട്രെങ്ത് കുറവായിരിക്കും. ഇയാൾക്ക് ബാധിക്കുന്നതിനേക്കാളും കുറവായിരിക്കും ഇയാൾക്ക് ബാധിക്കുന്നത്. ഇതിൽ കുറവായിരിക്കും ഇയാൾക്ക് ബാധിക്കുന്നത്. അതാണ് എന്ത്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. അത് പ്ലസ് ഐ ആണോ അല്ലെങ്കിൽ മൈനസ് ഐ ആണോ നമുക്ക് കാണണ്ടേ. ഓക്കെ. അതിപ്പം CH3 CH COOH ആണെങ്കിൽ ഇതെന്ത് ചെയ്യും? ഇലക്ട്രോൺ കൊടുക്കുകയില്ല. ഓക്കെ. അപ്പൊ ഇത് പ്ലസ് ഐ ഇഫക്റ്റും ഇതൊരു മൈനസ് ഐ ഇഫക്റ്റ് ആണ് കാണിക്കുക. OH മനസ്സിലായില്ല. അല്ല, ഇവിടുന്ന് ഈ ഇവിടെയുള്ള ഇലക്ട്രോൺ ഇയാൾക്ക് ഇലക്ട്രോൺ കൊടുക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ. ഇലക്ട്രോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഈ ബോണ്ടിലൂടെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഇയാളുടെ ഇലക്ട്രോൺ ഇച്ചിരി അങ്ങോട്ടേക്ക് കൊടുക്കും. ഇച്ചിരി ചെറിയ എഫക്റ്റ് ഉണ്ടാവും. ഇയാളുടെ ഇലക്ട്രോണിന്റെ എഫക്റ്റ് ഇപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇയാളുടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറച്ചും കൂടെ കൂടും. ഇങ്ങോട്ടേക്ക് നോക്കുമ്പം കുറച്ച്, ഇത്രയില്ല, ഇയാളുടെ ഇത്രയില്ല, എന്നാൽ ഇയാളുടെ അടുത്ത് കുറച്ച് കൂടും. അത് ഈ ബോണ്ടിൽ മൊത്തം എന്താവും, നമുക്ക് ചെറുതായി കാണാൻ പറ്റും. പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ഫസ്റ്റ് കാർബണിലുള്ള ഇഫക്റ്റ് ആയിരിക്കില്ല സെക്കൻഡ് കാർബണിൽ, കുറയും. അതുപോലെ ഇവിടെ ക്ലോറിന്റെ പ്രസൻസ് നമുക്ക് ബാക്കി എല്ലാ കാര്യത്തിലും എഫക്ട് ചെയ്യും. ഓക്കെ. അതിപ്പോ ഇവിടെ ഇലക്ട്രോൺ എന്താ, ഞാൻ പറയാം. ഇപ്പം CH കാണാൻ പറ്റുന്നില്ലേ? ഇനി രണ്ട്. ഓക്കെ. സി, നമ്മളെ ഫോമിൽ എന്താ, CO O- ആണ് ആവുക, എന്ത് H+ പോയി കഴിഞ്ഞാൽ. ഓക്കെ. അപ്പൊ ഈ നെഗറ്റീവിനെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യണം. ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കാനാണ് എന്ത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കാനാണ് ഇഷ്ടം. ഇലക്ട്രോൺ ഇതിന്റെ മുകളിൽ ഇരിക്കുന്നതാണ് ഇതിന് ഇഷ്ടം. ഓക്സിജൻ അങ്ങനെയാണ് സ്റ്റേബിൾ. അപ്പം ഇത് ക്ലോറിന്റെ പ്രസൻസിൽ എന്താവും, ക്ലോറിൻ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഓരോരോന്നായിട്ട് എഫക്റ്റ് കാണിക്കാൻ തുടങ്ങും. ഓക്കെ. അപ്പൊ ഓക്സിജന്റെ മുകളിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി ഇതിനെ അപേക്ഷിച്ച് കുറയും. അല്ല, ഇതിപ്പോ നമുക്ക് ഇതിന്റെ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്, ഈ കമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റി. ഇലക്ട്രോൺ ഡെൻസിറ്റി വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണോ നോക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇപ്പൊ ഫോർമുലയിൽ നമുക്ക് എന്താ, നമ്മൾ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആരാണ്? ക്ലോറിൻ ആണ് ഇവിടെ. ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പൊ അത് ഇതിന്റെ മുകളിൽ ഓൾറെഡി ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അത് ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കാൻ ആശിക്കുന്നു. ഓക്കെ. അതാണ് അതിന്റെ സ്റ്റേബിൾ ഫോം. ഓക്കെ. പക്ഷെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആരുണ്ട്? ക്ലോറിൻ ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ അടി നടക്കുമോ? മനസ്സിലായോ? ക്ലോറിൻ ഇയാളുടെ ഓക്സിജനിലുള്ള ഇലക്ട്രോ നെഗറ്റീവ് ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുക, വലിച്ചുകൊണ്ടിരിക്കുക. ഓക്സിജന്റെ. അപ്പൊ ഇതിന്റെ സ്റ്റെബിലിറ്റി എന്താവും? കുറയും. ഓക്കെ. ഈ കമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റി കുറയും. ഓക്കെ. അപ്പൊ ഇതിന്റെ സ്റ്റെബിലിറ്റി കുറയുന്നുണ്ടെങ്കിൽ, ഹൈഡ്രജൻ പോയതിന് ശേഷം ഈ കമ്പൗണ്ട് സ്റ്റെബിലിറ്റി കുറയുന്നുണ്ടെങ്കിൽ ഇത് ഈ കമ്പൗണ്ട് ആവാൻ ആശിക്കും? ഇല്ല. അപ്പൊ എന്താ, അതിന്റെ അസിഡിസിറ്റി കുറയും. മനസ്സിലായോ?
ഓക്കെ. ഇനി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ CH3COO, CH3CH2 COOH ആണ് അല്ലേ? പ്ലസ് കാണുന്നില്ലേ? ഓക്കെ. ഇനി ഇതിന്റെ ഐ എഫക്റ്റ് ആണ്, പ്ലസ് ഐ എഫക്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന കഴിവാണ്. അപ്പൊ ഇതെന്തോ ഈ ഇലക്ട്രോനെഗറ്റീവ് കാർബണിന അല്ല ഓക്സിജനെ സ്റ്റേബിൾ ആക്കും. എന്നുവെച്ചാൽ കൂടുതൽ എഫക്റ്റ് ചെയ്യത്തില്ല, എന്നാൽ പിന്നെ പ്ലസ് കുറച്ചും കൂടെ ഒരു നല്ല എഫക്റ്റും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇലക്ട്രോൺ ഈ ബോണ്ടിലൂടെ മൈഗ്രേറ്റ് ചെയ്യും അങ്ങോട്ടേക്ക്. അപ്പോൾ ഓക്സിജൻ ഓൾറെഡി ഇലക്ട്രോനെഗറ്റീവ് ആണ്, അതിന് ഇലക്ട്രോനെഗറ്റീവ് ആയിരിക്കാനാണ് ഇഷ്ടം. അപ്പം ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടെങ്കിൽ അതിന് നല്ലതല്ലേ, അതിന് ഇഷ്ടമാണ്, അതങ്ങനെയാണ് സ്റ്റേബിള്. മനസ്സിലായോ? അപ്പൊ ഈ കമ്പൗണ്ട് ഫോം ചെയ്യേണ്ടത്ര കപ്പാസിറ്റി ആയിരിക്കില്ല ഈ കമ്പൗണ്ടിനില്ല. ഓക്കെ. എന്താ നമ്മളൊരു റിയാക്ഷൻ നടത്തിയിട്ട്, അല്ലെങ്കിൽ എന്താ ഇപ്പൊ ഞാൻ പറയാം, എന്ത് എക്സാമ്പിളാ പറയാം, റിയാക്ഷൻ വേണ്ട. ഞാൻ ഒരു മാത്സ് ക്ലാസ്സിൽ ഇരുന്നു, എനിക്ക് മാത്സ് ഇഷ്ടമല്ല. ഓക്കെ. എനിക്ക് ഓൾറെഡി ഉള്ള എനർജി മാത്സ് ക്ലാസ്സിൽ പോയിട്ട് കുറയോ? അപ്പൊ ഞാൻ മാത്സ് ക്ലാസ്സിൽ പോകാൻ ഉദ്ദേശിക്കുമോ? പിന്നെ ഞാൻ മാത്സ് ക്ലാസ്സിൽ പോകാൻ നോക്കുമോ? അല്ലെങ്കിൽ എന്റെ ടെൻഡൻസി എന്തായിരിക്കും? ആ റിയാക്ഷൻ ഫോം ചെയ്യണ്ടേ, ആ ക്ലാസ്സിലോട്ടേക്ക് പോകണ്ടേ? റേറ്റ് കുറവായിരിക്കും അല്ലേ? എന്റെ റേറ്റ് കുറവായിരിക്കും. പക്ഷെ എനിക്ക് എന്താ ക്ലാസ്സിൽ പോയിട്ട് ഭയങ്കര സന്തോഷം, അല്ലെങ്കിൽ എനിക്കൊക്കെ മനസ്സിലാവുന്നു, എനിക്ക് ആവേശം, എനിക്ക് ആ ക്ലാസ് കഴിയുമ്പോൾ കുറച്ചും കൂടെ എനർജി വന്ന പോലെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ക്ലാസ്സിന് പോകും. അതുപോലെ തന്നെയാ റിയാക്ഷൻ. നമ്മളൊരു പെർട്ടിക്കുലർ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആവുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിന്റെ പ്രൊഡക്റ്റ് സ്റ്റേബിൾ ആണെങ്കിൽ അത് ഫോം ചെയ്യേണ്ട കഴിവും എന്തായിരിക്കും? റേറ്റും അധികമായിരിക്കും മിക്ക കേസിലും. ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. മനസ്സിലാവുന്നില്ല പറയണേ. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CH3COOH കാർബണിന്റെ കപ്പാസിറ്റി കൊടുക്കുന്ന കപ്പാസിറ്റി ആയതുകൊണ്ട് നെറ്റ് പോയോ? ഓക്കെ. ഇലക്ട്രോൺ വിഡ്രോവൽ ഇൻക്രീസസ് ദി അസിഡിറ്റി. എനിക്ക് ഈ പോയിന്റിൽ ഇച്ചിരി ഒരു ഡൗട്ട് ഉണ്ട്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഞാൻ എഴുതിയത് റോങ് ആണോ എന്ന് എനിക്കൊരു സംശയം. ഓക്കെ. ഓക്കെ. റെസണൻസ് സ്റ്റെബിലൈസേഷൻ അത് നോക്കണ്ട കേട്ടോ, പിന്നെ കൺഫ്യൂഷൻ അടിക്കണ്ട, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിന് ക്ലിയർ ആക്കാം. ഓക്കെ. റെസണൻസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോം ചെയ്ത പ്രൊഡക്റ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞു സ്റ്റേബിൾ ആണെങ്കിൽ, ആ ഫോം ചെയ്ത പ്രൊഡക്റ്റ് സ്റ്റേബിൾ ആണെങ്കിൽ അത് ഫോം ചെയ്യുന്ന ടെൻഡൻസിയും കൂടുതലായിരിക്കും അല്ലേ? ഓക്കെ. അപ്പം ഇനി ഒരു ആസിഡ് കൊടുത്തു കഴിഞ്ഞാൽ CH3COH ആണ് ഇവിടുത്തെ എക്സാമ്പിൾ. അത് ആസിഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? H+ പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? CH3COO- ആയിട്ട് മാറും. C2H5O- ആയിട്ട് മാറും അല്ലേ? C2H5OH C2H5O- ആയിട്ട് മാറും അല്ലേ? O-. ആ, O- ആയിട്ട് മാറും. പക്ഷേ ഈ CH3COO എന്ന് പറയുന്നത് റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ഓക്കെ, റെസണൻസ് കാണിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ സ്ട്രക്ചർ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. പക്ഷെ C2H5OH അങ്ങനെയില്ല. അപ്പൊ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾ ആണെങ്കിൽ അതിന് അസിഡിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ.
അപ്പൊ സൈസ് എഫക്റ്റ് ചെയ്യും. സൈസ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ലെങ്ത് എഫക്റ്റ് ചെയ്യും. പിന്നെ എന്തൊക്കെയാ പഠിച്ചേ? പ്ലസ് ഐ എഫക്റ്റ് ഉണ്ടെങ്കിൽ എഫക്റ്റ് ചെയ്യും, ഇൻഡക്റ്റീവ് എഫക്റ്റ് എഫക്റ്റ് ചെയ്യും. പിന്നെന്താ നമ്മൾ പഠിച്ചേ? ഇലക്ട്രോനെഗറ്റിവിറ്റി. റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ. അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബേസിക് സ്ട്രെങ്ത്. ഓക്കെ, ബേസിന് ഇതേപോലത്തെ ഫാക്ടേഴ്സ് തന്നെയാണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി കൊടുക്കുന്ന ഇപ്പൊ പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ എന്താ പ്ലസ് ഐ ഇഫക്റ്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടുന്ന മോളിക്യൂൾ അതിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ, ഇലക്ട്രോൺ കൊടുക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും? നല്ലൊരു ബേസ് ആയിരിക്കും. നമ്മൾ ലൂയിസ് കൺസെപ്റ്റിൽ എന്താ പഠിച്ചേ? ഈ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ബേസ്. അപ്പൊ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അതിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അതൊരു നല്ല ബേസ് ആയിരിക്കും. അടുത്തത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റിൽ ഞാൻ പറഞ്ഞു പ്ലസ് ഐ ഇഫക്റ്റ്. പ്ലസ് ഐ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കാർബണിലെ ഇലക്ട്രോൺ കുറച്ച് എന്ത് ഷെയർ ചെയ്യും? അതിന്റെ അടുത്തുള്ള ഇഫക്റ്റ് ആറ്റത്തിനോട് ഷെയർ ചെയ്യും. അതൊരു ബേസ് ആവണമെങ്കിൽ അതിന്റെ മുകളിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പം എന്താവും? ടോട്ടൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. മനസ്സിലായിനോ? അപ്പൊ എന്താവും? അതൊരു നല്ല ബേസ് ആവും, അല്ലെങ്കിൽ അതിന്റെ ബേസിസിറ്റി ഇൻക്രീസ് ആവും ഒരു പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന മോളിക്യൂൾ അടുത്തുണ്ടെങ്കിൽ. ഒരു പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന മോളിക്യൂള് ഒരു ബേസിനായിട്ട് അറ്റാച്ച് ബോണ്ട് ഫോം ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിന്റെ ബേസിക് ക്യാരക്ടർ കുറച്ചും കൂടെ എൻഹാൻസ് ആവും. മനസ്സിലായോ? ഓക്കെ, അത് പ്ലസ് ഐ ഇഫക്റ്റ് ഇത്ര. ഇപ്പൊ ഈ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ CH3 രണ്ടെണ്ണം ഉണ്ട് NHന്റെ അടുത്ത് അല്ലേ? അപ്പൊ രണ്ട് CH3 രണ്ട് കാർബൺ ഡൊണേറ്റ് ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നുണ്ട്. ആരപ്പുറം? നൈട്രജന്റെ അപ്പുറം പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ CH3NH2 ആണെങ്കിൽ ഒരു കാർബൺ മാത്രമേ ഉള്ളൂ. NH3 ആണെങ്കിൽ ഇല്ല. CF3 ആണെങ്കിൽ അതിനകത്ത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. ഇലക്ട്രോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് അതിനകത്തോട്ടേക്ക് ഇലക്ട്രോൺ വലിക്കും. ഫ്ലൂറിൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആണെന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഇലക്ട്രോൺ നെഗറ്റീവ് ആണെങ്കിൽ അത് അടുത്തുള്ള ആളടുത്ത് എന്ത് ചെയ്തു? ഇലക്ട്രോൺ വലിച്ചെടുക്കുക, കൊടുക്കുന്നതല്ല. നൈട്രജൻ. ഓക്കെ, നൈട്രജന്റെ ഒപ്പരാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നൈട്രജൻ ഇലക്ട്രോൺ വലിച്ചെടുക്കും. NH3ന്റെ അടുത്ത് ബോണ്ട് ഇല്ല. ആക്ച്വലി നൈട്രജന് 5 ബോണ്ടാണ് ഫോം ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് 2 ലോൺ പെയർ ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ ബോണ്ട് 3 തന്നെയാണ്. ഒരു ഹൈഡ്രജൻ, 2 CH3, 2 ഹൈഡ്രജൻ, 1 CH3, 3 ഹൈഡ്രജൻ, 2 ഹൈഡ്രജനും 3 CF3. അവിടെ ലോൺ പെയർ ഇല്ല. ഓക്കെ, മനസ്സിലായിനോ? മനസ്സിലാവാണ്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, resonant delocalization increases basicity. ഓക്കെ, ഇവിടെ പറയുന്നത് റെസനൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ബേസിക് ക്യാരക്ടർ കൂടും. ഓക്കെ, റെസനൻസ് സ്റ്റെബിലൈസ്ഡ് ആണെങ്കിൽ അസിഡിക് ക്യാരക്ടർ കൂടുന്ന പോലെ തന്നെ റെസനൻസ് സ്റ്റെബിലൈസ്ഡ് ആണെങ്കിൽ അതിന്റെ ബേസിക് ക്യാരക്ടറും കൂടും. ഓക്കെ, ഇനി സോൾവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? എന്താണ്? ആ ആ അതിന് സ്റ്റേബിൾ ആക്കും അല്ലേ? ഓക്കെ, അപ്പൊ മോർ സോൾവേഷൻ ആണെങ്കിൽ ആ ഫോം ചെയ്ത അയോൺസ് ആ സൊല്യൂഷനിൽ തന്നെ കിടക്കും. അത് മോർ ബേസിക് ആയിരിക്കും അല്ലെങ്കിൽ മോർ അസിഡിക് ആയിരിക്കും. സോൾവേഷൻ കൂടുന്നതിനനുസരിച്ച് അതിന്റെ അസിഡിക് ക്യാരക്ടറും ബേസിക് ക്യാരക്ടറും കൂടും.
ഓക്കെ, ഇത് എഫക്റ്റ് ഓഫ് സോൾവെന്റ് ആണത്. മനസ്സിലായിനോ? ഒരു സോൾവെന്റ് പ്രസൻസിൽ, ഇപ്പോൾ ഒരു സോൾവെന്റ് പ്രസൻസിൽ സോൾവേഷൻ നടത്താൻ കഴിവുള്ള ഒരു സോൾവെന്റ് പ്രസൻസിലാണെങ്കിൽ ബേസിക് ക്യാരക്ടറും അസിഡിക് ക്യാരക്ടറും കൂടും. ഓക്കെ, എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മൾ ആസിഡിലെ ബേസ് ഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷനിൽ അവർ അയോണായി കിടക്കും അല്ലേ. അപ്പൊ ഈ അയോണിനെ സ്റ്റെബിലൈസ് ആക്കും ആര്? ഈ നമ്മളെ സോൾവെന്റ് മോളിക്യൂൾസ്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഇപ്പം എന്ത് പറഞ്ഞു, സോൾവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള സോൾവെന്റ് മൊത്തം ചുറ്റും വന്നിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും അല്ലേ. ഇനി ആ ബോണ്ട് ഫോം ചെയ്തില്ലെങ്കിൽ ഇവരെന്താവും? ഫോം ചെയ്ത റിയാക്ഷൻ മോളിക്യൂൾ എച്ച് പ്ലസും എ മൈനസും തമ്മിൽ റിയാക്ട് ചെയ്ത് തിരിച്ച് റിയാക്ടന്റ് ആക്കും. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല പറ. ഓക്കെ, ഇതാണ് നമ്മളുടെ റിയാക്ഷൻ. എച്ച് എ ഗിവ്സ് എച്ച് പ്ലസ് പ്ലസ് എ മൈനസ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ റിയാക്ഷൻ മീഡിയം എന്ന് കരുതുക. ഇവിടെ എച്ച് പ്ലസും എ മൈനസും ഉണ്ട്. ഇനി സോൾവെന്റ് മോളിക്യൂൾ എന്താവും? പിന്നെ അടുത്ത ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഇവർക്ക് തമ്മിൽ റിയാക്ട് ചെയ്യാൻ എന്ത് സ്പേസ് ഇല്ല. എച്ച് പ്ലസിനും എ മൈനസിനും സോൾവെന്റ് മോളിക്യൂൾസ് ഉള്ളതുകൊണ്ട് ഇവർ സെപ്പറേറ്റഡ് ആണ്. ഇനി സോൾവേഷൻ ഇഫക്റ്റ് കാണിക്കുന്നില്ല ഇവരെന്താവും? എച്ച് പ്ലസും എ മൈനസും അടുത്തുണ്ടായിട്ട് ഇത് എച്ച് എ തിരിച്ച് ഫോം ചെയ്യും. റിയാക്ഷൻ ബാക്ക്വേർഡിലോട്ട് പോകും. അത് തന്നെയാണ് എന്ത് ബി ഒ എച്ച് നമ്മളെ ബേസിന്റെ റിയാക്ഷനിലും കാണിക്കുന്നത്. അതാ പറയുന്നത്. എന്താ അപ്പൊ ഫോം ചെയ്ത് അങ്ങനെ തിരിച്ച് റിയാക്ഷൻ പോകുന്നില്ലെങ്കിൽ എന്താവും? റിയാക്ഷൻ മീഡിയത്തിൽ ഉണ്ടായ എച്ച് പ്ലസും ഒ എച്ച് മൈനസും അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ അതിന്റെ അസിഡിക് ക്യാരക്ടറും ബേസിക് ക്യാരക്ടറും കൂടും അല്ലേ. ഇതൊരു വാട്ടറിന്റെ പ്രസൻസിലാണേ പറയുന്നത്. സോൾവെന്റ് മാറ്റുന്നതിനനുസരിച്ച് എന്താ അതിന്റെ അസിഡിക് ബേസിക് സ്ട്രെങ്ത് മാറും. ക്ലിയർ ആണോ അശ്വിന്? കുഴപ്പമുണ്ടെങ്കിൽ പറ, കുഴപ്പമെന്തില്ലാത്ത? കുഴപ്പമില്ല എന്ന് മൊത്തമായി ക്ലിയർ ആയില്ല എന്നല്ലേ. എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു, എനിക്ക് കുഴപ്പമില്ല. ഒരു ഡൗട്ടും ചെറിയ ഡൗട്ടല്ല എന്ന് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, ഞാനിപ്പോ ചോദിക്കുന്ന മണ്ടത്തരാകുമെന്നൊന്നും വിചാരിക്കരുത്. ഓ, ഓക്കെ. അപ്പം അപ്പൊ ചോദിച്ചാ മതിയോ? അപ്പൊ ചോദിച്ചാ മതി. പഠിക്കുന്ന സമയത്ത് ഡൗട്ട് വന്നാൽ ഡൗട്ട് എഴുതി വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, ഇൻഫ്ലുവൻസ് ഓഫ് സോൾവെന്റ് അടുത്തതാണ്. ഞാൻ പറഞ്ഞു, ഒരു ആസിഡിന്റെയും ബേസിക് ക്യാരക്ടർ സ്ട്രെങ്ത് കൂടുകയോ കുറയോ അതിന്റെ എന്തിന്റെ ബേസ് അനുസരിച്ചിരിക്കും? സോൾവെന്റിനെയും ബേസ് ചെയ്യും. ഓക്കെ, strength of acid is acid and base is not constant. It changes with solvent because of the because the solvent controls it. Okay, acid മനസ്സിലായോ? മനസ്സിലായില്ല? അത് ഞാനിപ്പോൾ മലയാളത്തിൽ പറഞ്ഞ കാര്യം തന്നെ. ആസിഡും ബേസിന്റെയും സ്ട്രെങ്ത് സോൾവെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോൾവെന്റ് മാറ്റുന്നതിനനുസരിച്ച് അസിഡിക് ക്യാരക്ടറും ബേസിക് ക്യാരക്ടറും മാറും. അതുകൊണ്ട് എന്താണ് ആസിഡ് ആൻഡ് ബേസിക് സ്ട്രെങ്ത് കോൺസ്റ്റന്റ് അല്ല. ദ സ്ട്രെങ്ത് ഓഫ് എൻ ആസിഡ് ഓർ ബേസ് ഇസ് നോട്ട് കോൺസ്റ്റന്റ്. It changes with solvent because the solvent controls it. Okay. Okay. സോൾവെന്റ് എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു സ്റ്റെബിലൈസ് അയോൺ. ഓക്കെ, ഡിഗ്രി ഓഫ് അയണൈസേഷൻ, ആസിഡ് ബേസ് ബിഹേവിയർ, ഇതൊക്കെ എഫക്ട് ചെയ്യും ആര്? സോൾവെന്റ്. അത് നമുക്ക് താഴോട്ട് പഠിക്കാം, ടെൻഷൻ ആവണ്ട. ഓക്കെ, ടൈപ്സ് ഓഫ് സോൾവെന്റ്. എത്ര തരം സോൾവെന്റ് ഉണ്ട് നമ്മൾ ആദ്യം അറിയണം അല്ലേ. പ്രോട്ടോജെനിക് സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ കൊടുക്കാൻ കഴിവുള്ള സോൾവെന്റ്. അസിഡിസിറ്റി
കാണിക്കുന്ന സോൾവെന്റ്. പ്രോട്ടോഫിലിക് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ ബേസിക് സോൾവെന്റ്സ്. പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യുന്ന സോൾവെന്റ്. ഓക്കെ. ആംഫോട്ടറിക് സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കാണിക്കാൻ പറ്റുന്ന സോൾവെന്റ്. അത് ബേസിക് ക്യാരക്ടറും കാണിക്കും, അസിഡിക് ക്യാരക്ടറും കാണിക്കും. പ്രോട്ടോഫിലിക്. ഓക്കെ. ആംഫോട്ടറിക് എന്ന് വെച്ചാൽ രണ്ടും കാണിക്കും. ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും, എന്നാൽ പിന്നെ ഡൊണേറ്റ് ചെയ്യാനും പറ്റും. അപ്രോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യാനും പറ്റില്ല, ആക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ഓക്കെ. അതിന് എക്സാമ്പിൾസ് നോക്കാം. പ്രോട്ടോജനിക് സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ, അസിറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അങ്ങനെ കുറച്ച് സോൾവെന്റ്സ്. ഓക്കെ. പ്രോട്ടോഫിലിക് സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ല ആക്സെപ്റ്റ് ചെയ്യുക കൊടുക്കുന്നില്ല, ബേസിക് സോൾവെന്റ് ആണ്. ഇത് ലിക്വിഡ് അമോണിയ, പിരിഡീൻ, അമീൻ സോൾവെന്റ്സ്. ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി, ഒറ്റയടിക്ക് എല്ലാം മനസ്സിലാവുന്നില്ല, തലയിൽ നിൽക്കത്തില്ല. മനസ്സിലാവില്ല എന്നല്ല, കുറെ എക്സാമ്പിൾസ് ഉണ്ടാകുമ്പോൾ എല്ലാ എക്സാമ്പിൾ ഒരുമിച്ച് തലയിൽ നിൽക്കണമെന്നില്ല. ആ ആ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ആ അതുണ്ടെങ്കിൽ ടെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഷെയർ ചെയ്താൽ മതി. എന്തെങ്കിലും പോയിന്റ് വിട്ടുപോയില്ലെങ്കിൽ അത് പഠിക്കാം. അതിന് പുതിയതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കാം. ഓക്കെ. ആംഫോട്ടറിക് സോൾവെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾ വാട്ടർ, എത്തനോള്, ആൽക്കഹോള്. വാട്ടർ ആക്ച്വലി ഒരു എന്താ പറയാ, ഇതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാം. H+ OH- അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ H+ പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യും. എന്താ OH- ഡൊണേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ OH- ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ അത് ആംഫോട്ടറിക് അല്ലേ, അല്ലേ? ആ. അപ്രോട്ടിക് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ നൈതറാണ്. അതിന് എക്സാമ്പിൾ ബെൻസീൻ, കാർബൺ ടെട്രാഫ്ലൂറൈഡ്, ക്ലോറൈഡ്, ക്ലോറഫം. ഫ്ലൂറൈഡും വരും. എല്ലാം പഠിക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ആക്ച്വലി ഇത് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എക്സ്പ്ലോഷർ ആയാലും നമുക്കിത് തലയിൽ തന്നെ നിൽക്കാൻ തുടങ്ങും. ഓക്കെ. സോൾവെന്റ് ഇഫക്റ്റ് ഓൺ ആസിഡ് സ്ട്രെങ്ത്. ആസിഡിന് എങ്ങനെയാണ് സോൾവെന്റ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് പഠിക്കും. ഓക്കെ. ഒരു ആസിഡ് സ്ട്രോങ് ആയിട്ടും വീക്ക് ആയിട്ടും ബിഹേവ് ചെയ്യാം. ഓക്കെ. അത് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? സോൾവെന്റ് ഡിസൈഡ് ചെയ്യും. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എബിലിറ്റി ടു സ്റ്റെബിലൈസ് അയോൺസ്. ഇപ്പം ഞാൻ പറഞ്ഞു H+ഉം A- ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സോൾവെന്റ് എങ്ങനെയാണോ സ്റ്റെബിലൈസ് ചെയ്യുന്നത്, സോൾവേഷൻ നടത്തുന്നത്, അതിന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും എന്ത്, ഹൈഡ്രജൻ ഫോം ചെയ്യേണ്ട കപ്പാസിറ്റി. ഇതിപ്പോൾ ഫോം ചെയ്ത പാട് സോൾവെന്റ് ഒന്നും അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ രണ്ടാൾ പിന്നെ എന്ത് ചെയ്യുക, HA ഫോം ചെയ്യുക. ഓക്കെ. അപ്പോൾ എക്സ്റ്റെൻഡ് ഓഫ് ഡിസോസിയേഷൻ ആര് ബാധിക്കും? സോൾവെന്റ് ബാധിക്കും. അതെന്തുകൊണ്ടാണ്? സ്റ്റെബിലിറ്റി ഓഫ് അയോൺസ്. അയൺസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും സോൾവെന്റിന്, അല്ലെ അയൺസിനെ നല്ലപോലെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് അസിഡിക് സ്ട്രെങ്ത്തും ബേസിക് സ്ട്രെങ്ത്തും മാറും. ഓക്കെ, മനസ്സിലായോ? ആ. ഇനി നമുക്ക് ലെവലിംഗ് എഫക്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു, ഇപ്പൊ പഠിക്കാം. ലെവലിംഗ് എഫക്റ്റ് എന്താണെന്നാ പറഞ്ഞേ? ഏ ലെവലിംഗ് എഫക്റ്റ് പറഞ്ഞ ഒരു സ്ട്രോങ് ആസിഡ്സിന്റെ കേസസിൽ അല്ലെങ്കിൽ സ്ട്രോങ് ബേസിന്റെ കേസസിൽ സോൾവെന്റ് വാട്ടർ ആണെങ്കിൽ എന്താണത്? കംപ്ലീറ്റ്ലി കൺവേർട്ട് ആവും. അപ്പൊ അതിന്റെ ഈക്വലി ഇതാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ കാണിച്ചു തരാം ഞാൻ. എന്ത് നന്ദോണ് ഇപ്പം ഒരു H6 എന്ന് പറയുന്നത് നമ്മൾ ആസിഡ് ആണ്. H2O ന്റെ ഒപ്പം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാല്
ആ എച്ച് പ്ലസ് എപ്പോഴും എന്ത് ഫോം ചെയ്യും? H3O+ ഫോം ചെയ്യും. ഓക്കെ. H3O+ ആണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിപ്പം H2SO4 കൊടുത്താലും HNO3 കൊടുത്താലും HCl കൊടുത്താലും HBr കൊടുത്താലും ആര് കൊടുത്താലും എന്താ ഫോം ചെയ്യുക? H3O+ ആണ് ഫോം ചെയ്യുക. H3O+ന് എത്രയാണോ എസിഡിസിറ്റി, ആ എസിഡിസിറ്റിയെ ആയിരിക്കും കാണിക്കാൻ പറ്റൂ, ആ സൊല്യൂഷന് കാണിക്കാൻ പറ്റൂ. മനസ്സിലായോ? ഓക്കെ. അതാണ് ലെവലിംഗ് എഫക്റ്റ്. എല്ലാ സ്ട്രോങ് ആസിഡിന്റെയും എസിഡിസിറ്റി ഒന്നായി മാറും, ഒരു ലെവല്. മനസ്സിലായോ? എനിക്ക് ഒച്ച കേട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഓക്കെ. എന്താ ഇവിടെ H3O+ സ്ട്രോങ് ആസിഡ് പോസിബിൾ ഇൻ വാട്ടർ. ഓക്കെ. അപ്പൊ എന്ത് എന്ത് കൊടുത്താലും അതെന്താവും? H3O+ ആവും. എന്ത് കൊടുത്താലും പറഞ്ഞാൽ ആര് കൊടുത്താലും H+ ആര് കൊടുത്താലും അത് H3O+ന്റെ ആസിഡിക് സ്ട്രെങ്ത് മാത്രമേ കാണിക്കൂ. ഓക്കെ. ഓക്കെ. ഇനി വാട്ടറിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് CH3COOH ആക്കുന്നു. ഏത് നമ്മളെ എസിഡിക് ആസിഡ് സോൾവെന്റ് ആയിട്ട് എടുക്കുന്നു. ആ എസിഡിക് ആസിഡ് നമ്മൾ സോൾവെന്റ് ആയിട്ട് എടുക്കുന്നു. സോൾവെന്റ് ആണ് അസിറ്റിക് ആസിഡ്. ഓക്കെ, എന്റെ പ്രൊനൗൺസിയേഷൻ ആണോ? അസിറ്റിക് ആസിഡ് നമ്മൾ എന്താ എടുക്കുന്നത്? സോൾവെന്റ് ആയി എടുക്കുന്നത്. അപ്പൊ H+ ഡൊണേറ്റ് ചെയ്താൽ അതെന്താവും? CH3COOH2+ ആയിരുന്നു. ഓക്കെ. അതെന്തല്ല, ഒരു നല്ല ആസിഡ് സ്ട്രെങ്ത് കാണിക്കുന്നില്ല. H3O+ന് പിന്നെയും ആസിഡിക് സ്ട്രെങ്ത് ഉണ്ട്, ഇതിന് അത്ര ആസിഡിക് സ്ട്രെങ്ത് ഇല്ല. അപ്പം HCl ആസിഡിക് സ്ട്രെങ്ത് എന്തായിട്ട് പറഞ്ഞു? ഒന്നുകൂടെ പറയാവോ? അല്ല, CH3COOH ഒരു നല്ല ആസിഡ് അല്ലല്ലോ, വീക്ക് ആസിഡ് ആയിട്ടല്ലേ നമ്മൾ പഠിച്ചത്. ഓക്കെ. അപ്പം CH3COOH2+ന് ആസിഡിക് സ്ട്രെങ്ത് എന്താണ്? കുറവാണ്. ഓക്കെ. അപ്പം എന്താ ഓവറോൾ സൊല്യൂഷൻ ഇപ്പൊ HCl വെച്ചിട്ടാണ് തുടങ്ങിയതെങ്കിലും നമ്മളെ സൊല്യൂഷനിൽ CH3COOH2+ ആണ് ഫൈനലായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ അതെന്താ, അതിന്റെ അസിഡിക് സ്ട്രെങ്ത് കുറഞ്ഞു. ഓക്കെ. ഓക്കെ. ഇൻ ഡിഫറൻഷിയേറ്റിംഗ് ഓക്കെ, ഡിഫറൻഷിയേറ്റിംഗ് എഫക്റ്റ്, ലെവലിംഗ് എഫക്റ്റ് പഠിച്ചു, ഡിഫറൻഷിയേറ്റിംഗ് എഫക്റ്റ് പഠിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ക്യാരക്ടർ ആരെ മുന്നിലാ വരിക? ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റ്സിന്റെ മുന്നിലാണ് വരിക. ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ HClന്റെ സ്ട്രെങ്ത്, HNO3ന്റെ സ്ട്രെങ്ത്, H2SO4ന്റെ സ്ട്രെങ്ത് എന്താണോ അത് നമുക്ക് വൃത്തിക്ക് കാണാൻ പറ്റും. ആരുടെ പ്രസൻസിൽ? ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റിന്റെ പ്രസൻസിൽ. ആ വ്യക്തമായി അറിയാൻ പറ്റും എത്ര H+ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എത്ര മാത്രം H+ കൊടുക്കുന്നുണ്ട്, അതിന്റെ സ്പീഡ് എന്താ, സ്ട്രെങ്ത് എന്താ, റേറ്റ് എന്താ, ഇതൊക്കെ ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റിന്റെ പ്രസൻസിലാണ് അറിയാൻ പറ്റുക. ലെവലിംഗ് സോൾവെന്റ് എന്ന് വെച്ചാൽ വാട്ടറിൽ നമ്മൾ അറിയുന്നത് എന്താ, ഓൾമോസ്റ്റ് എല്ലാ സ്ട്രോങ് ആസിഡും ഒരുപോലെയാണ് ബിഹേവ് ചെയ്യുക. ഓക്കെ. പക്ഷെ ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റിൽ നമുക്ക് അതിന്റെ റിയൽ ക്യാരക്ടർ എത്രമാത്രം എസിഡിക് ആണ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റ്. ഓക്കെ. ഇപ്പൊ ഒരു ടീച്ചർ ഉണ്ടെന്ന് കരുതുക. ആ ടീച്ചർ അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഇന്റേണൽ മാർക്സ് ഇടില്ലേ? ഇന്റേണൽ മാർക്സ് ഇടും. ചില ടീച്ചർ ഒന്നും നോക്കാതെ എല്ലാവർക്കും ഒരു 4 വെച്ചിട്ട് കൊടുക്കുക, 5-ല്. അത് ലെവലിംഗ് എഫക്റ്റ് നടത്തി. ഓക്കെ. അത്യാവശ്യം പഠിക്കുന്ന എല്ലാവർക്കും 4 കൊടുക്കുക എന്നുള്ള രീതിയിൽ ആ ടീച്ചർ ഒന്നും നോക്കാതെ അത് കൊടുത്തു. അത് ലെവലിംഗ് എഫക്റ്റ്. അത് നമ്മളെ ലെവലിംഗ് സോൾവെന്റ്. ഓക്കെ. പക്ഷെ ചില ടീച്ചേഴ്സ് എന്താ എല്ലാം നോക്കി കണ്ട് അറിഞ്ഞ് ഈ കുട്ടിക്ക് ഇത്ര, ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത്, ആ കുട്ടിക്ക് 4 ഇങ്ങനെ എന്നിട്ട് കൊടുക്കുന്നത് ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റ്. അതിന്റെ റിയൽ സ്ട്രെങ്ത് എന്തായാലും അറിയുന്നത്? ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റിൽ അറിയുന്നത്.
ഓക്കെ. ഓക്കെ. ഒരു മിനിറ്റ് അശ്വിൻ. അന്നാച്ചാ ഞാനില്ലേ ഇവിടെ ക്ലാസ് എടുക്കുവാ, എന്നെ വിളിച്ചോണ്ടിരിക്കില്ലേ? ഓക്കെ. ആ, in the leveling effectively in water, all strong bases are converted into OH minus. Okay. Okay. So bases like NaOH, KOH, CaOH, 12 all appear equally strong. നമ്മൾ ആസിഡിൽ എന്താ പഠിച്ച അതേ സെയിം കാര്യം ബേസിൽ പറഞ്ഞതേ ഉള്ളൂ. കണക്ട് ചെയ്യാ, കണക്ട് ചെയ്യുന്നുണ്ടോ? ആ, ഓൾ അപ്പിയർ ഈക്വലി സ്ട്രോങ്. പക്ഷെ അമോണിയ ഇവിടെ ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും ബേസിൽ. ബേസിൽ ഇപ്പം NH4+ ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് അമോണിയ സൊല്യൂഷനിൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുക. ഓക്കെ. അപ്പം ആ സൊല്യൂഷനിൽ ഇതിൽ കൂടുതൽ അസിഡിക് സ്ട്രെങ്ത് ആയിരിക്കും കാണിക്കാൻ പറ്റില്ല. അതുപോലെ NH2- ആണ് എന്ത് ബേസിക് സ്ട്രെങ്ത്, അതിൽ കുറവായിരിക്കും കാണിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂവിൽ എത്താണോ NH2ന്റെ മൈനസ്, NH2- എന്താ NH2- സ്ട്രെങ്ത് വേറെ എവിടെ കാണിക്കാൻ പറ്റില്ല. എന്ത് ഫോം ആയാലും അത് NH2- ഫോമിലായിട്ടേക്ക് മാറും. ഓക്കെ. NH2- ആണ് ഇവിടെ ബേസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായിനോ? അല്ല, ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ CH3COO എച്ചിന്റെ എച്ചില് H+ എന്താവും, CH3COOH+ ആവും. അപ്പൊ ഇതിന് എത്രയാണോ സ്ട്രെങ്ത്, എസിഡിസിറ്റി, ആ സ്ട്രെങ്ത് ആണ് ആ സൊല്യൂഷൻ കാണിക്കുക. അതുപോലെ ഇവിടെ NH2 NH4 NH2- എത്രയാണോ ബേസിക് സ്ട്രെങ്ത്, ആ സൊല്യൂഷൻ അത്ര ബേസിക് സ്ട്രെങ്ത് കാണിക്കും. അമോണിയ ലെവലിംഗ് സോൾവെന്റ് കേട്ടോ, ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റ് അല്ല. ഓ, ആ ലെവലിംഗ് സോൾവെന്റ് ആണ്. ഐ ഹാവ് കൺഫ്യൂഷൻ, ഞാൻ തീർക്കാം. ഒന്ന് ഇതും ഒന്ന് വേറെന്താ നമ്മൾ പഠിച്ച ആ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അല്ലേ? ഓക്കെ, ആ രണ്ടും ഞാൻ മാറ്റാട്ടോ. ഓക്കെ. റിലേഷൻ ബിറ്റ്വീൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സോൾവെന്റിന്റെ ഇഫക്റ്റിനെ തന്നെയാണ് പറയുന്നത്. സോൾവെന്റിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം സോൾവേഷൻ തന്നെ, ഓൾമോസ്റ്റ് സോൾവേഷൻ തന്നെ പറയാം. വാട്ടർ നല്ലോണം സോൾവേഷൻ കാണിക്കും, അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 80. അതിന്റെ അയോൺസ് തമ്മിൽ ഇന്ററാക്ഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. ബിക്കോസ് അത് നല്ലപോലെ സോൾവേറ്റ് ചെയ്യും. സ്ട്രോങ് അവിടെ ഫോം ചെയ്ത അയോണിനെ എന്ത് നല്ലപോലെ സ്റ്റെബിലൈസ് ചെയ്യും. എത്തനോൾ അത്ര ചെയ്യില്ല, അതിന്റെ വാല്യൂ 24 ആയിരിക്കും. ബെൻസീൻ കുറവായിരുന്നു, 2.3 ഒക്കെ ആവും. ഇത് എവിടെ നിന്ന് വെച്ച് വരുന്നത്, എൻ്റെ അടുത്താണോ? ഓക്കെ. ഓക്കെ. ഓക്കെ, മനസ്സിലായോ? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എഫക്ട് ചെയ്യും. വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. സോൾവേഷൻ എഫക്ട് പോലെ തന്നെയാണ് ഇതിന്റെ പോയിന്റും വരുന്നത്. മനസ്സിലായോ? ഓക്കെ. The ability of the solvent to stabilize ions through solvation defines the strength of the acid and bases. ഇത് ഓൾമോസ്റ്റ് ഒരേ പോയിന്റ് റിപ്പീറ്റ് ആയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓ, സോൾവേഷന്റെ പോയിന്റ് വന്നത്. ഓക്കെ.
ഓക്കെ. അപ്പൊ എക്സാമ്പിൾ വെച്ച് നോക്കാം. HCl ഇൻ വാട്ടർ വേഴ്സസ് എസറ്റിക് ആസിഡ്. ഞാൻ ക്ലാസ് എടുക്കാൻ ഡിലേ ആയതുകൊണ്ടാണ് കേട്ടോ ക്ലാസ് നീട്ടുന്നത്. HCl+H2 എന്തെങ്കിലും പണിയുണ്ടായിരുന്നോ? ഹലോ. ഓ, ആ കേക്കാം കേക്കാം, ഇപ്പൊ കേക്കാം. ഓക്കെ, ഞാൻ അരവരെ ക്ലാസ് എടുക്കാന്നാ വിചാരിച്ചേ. എന്നാ അരയായും തോന്നിയില്ലേ തുടങ്ങിയിട്ട്? ഓക്കെ. കംപ്ലീറ്റ് ലയനൈസേഷൻ HCl+H2O വാട്ടറിന്റെ പ്രസൻസിലാണ് നമ്മൾ HCl സോൾവേഷൻ നടത്തുന്നത്. അപ്പൊ H2O H3O+ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ നോക്കിയ അതേ പോയിന്റ് ആണ്. എസിറ്റിക് ആസിഡിൽ ഇൻകംപ്ലീറ്റ് അയനൈസേഷൻ ആണ്. HCl വീക്കർ ആസിഡ് ആയിട്ടാണ് കാണപ്പെടുക. ഫൈൻ. നമ്മൾ നേരത്തെ കണ്ടു HCl എന്താ. ആ, HCl ഏതും ഒരു ആസിഡ് H+ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആസിഡായി മാറും. അപ്പൊ ഈ ആസിഡിന്റെ സ്ട്രെങ്ത് വീക്കർ ആണ്. ആ ഡൊണേറ്റ് ചെയ്ത ആസിഡിനെക്കാളും വീക്കർ ആണ്. അപ്പം സൊല്യൂഷന്റെ ആസിഡിക് സ്ട്രെങ്ത് കുറയും. ഓക്കെ. എന്താ എന്താണ്? ഓക്കെ ഓക്കെ ഓക്കെ. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻ വാട്ടർ വേഴ്സസ് അമോണിയ. ഇനി അമോണിയ ഒരു ലെവലിംഗ് സോൾവെന്റ് ആണെന്ന് പറഞ്ഞല്ലേ. NaNH2 is weak in water because water level is OH-. ഓക്കെ. NH2- ഒരു എന്താണ്? ആ, NaNH2 എന്താണ്? ഒരു നല്ല ബേസ് ആണ്, സ്ട്രോങ് ബേസ് ആണ്. പക്ഷേ ഇത് വാട്ടർ ആണ് സോൾവെന്റ് എന്നെങ്കിൽ ഈ NaNH2 എന്താക്കി മാക്കും? OH- ആയിട്ട് മാറും. അതിനകത്തുള്ള ഹൈഡ്രജൻ എല്ലാം OH- ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ അതിന്റെ അത് വീക്കാവും. ഒരു മിനിറ്റ്, ഇവിടെ ഒച്ചയുണ്ട്, കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ ഓഡിയോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പഠിക്കുന്ന പറഞ്ഞാൽ വാട്ടറിന്റെ പ്രസൻസിൽ NaNH2 എന്ന് പറയുന്ന ഒരു നല്ല ബേസ്, നല്ല സ്ട്രോങ് ബേസിന്റെ സ്ട്രെങ്ത് എന്താവും? കുറയും. ബിക്കോസ് അത് OH- സ്ട്രെങ്ത്. OH- NH2- സ്ട്രെങ്ത് നോക്കുമ്പോൾ ബേസിക് സ്ട്രെങ്ത്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സ്ട്രെങ്ത് നോക്കുമ്പോൾ എന്തായിരിക്കും? OH- കുറവാണ് NH2 വെച്ച് നോക്കുമ്പോൾ. ഓക്കെ. ഓക്കെ, ലെവലിംഗ് ഇഫക്റ്റ് കാരണം NH2 ഉള്ള ഹൈഡ്രജൻസ് ഒക്കെ OH- ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിൽ NaNH2 ഉണ്ടായിട്ടും എന്തിന്റെ ബേസിക് സ്ട്രെങ്ത് മാത്രമേ കാണിക്കൂ? OH- ബേസിക് സ്ട്രെങ്തേ കാണിക്കൂ. അപ്പം ബേസിസിറ്റി കുറയും. ഓക്കെ. ഓക്കെ, ഇതൊന്ന് സമ്മറി ചെയ്ത് കഴിഞ്ഞാൽ ലെവലിംഗ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ സ്ട്രോങ് ആസിഡ് ബിക്കംസ് ഈക്വലി സ്ട്രെങ്ത് ഇൻ ഗിവൺ സോൾവെന്റ്. ഒറ്റ മിനിറ്റ് ആശ്വിൻ. ഹലോ. ഹലോ. ഓക്കെ. ഡിഫറൻഷിയേറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആസിഡും ബേസിന്റെ സ്ട്രെങ്ത്തും നമുക്ക് കൃത്യമായി കാണിക്കാൻ പറ്റുന്ന സോൾവെന്റ് ഡിഫറൻഷിയേറ്റിംഗ് എഫക്റ്റ്, ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റ്. ഓക്കെ. ഹൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള സോൾവെന്റിൽ എസിഡിസിറ്റി എന്താവും? കൂടും. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റർ സോൾവേഷൻ കാണിക്കുന്നതുകൊണ്ടാണ്. ഗ്രേറ്റർ സോൾവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെന്റ് മോളിക്യൂൾസ് ഉണ്ടായ അയോൺസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്തൊക്കെ മനസ്സിലായില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
ഓക്കെ. ഡിസോസിയേഷൻ. ഓ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത നോട്ടല്ലേ ഞാൻ ഇപ്രാവശ്യം എടുത്തിന്, തുടക്കം മുതലേ എടുത്തു. അപ്പൊ ഈ വീഡിയോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തില്ലേ? കഴിഞ്ഞ ക്ലാസ്സിന് ഇതൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തത്. ഞാൻ താഴോട്ടേക്ക് ഉണ്ട്, ഞാൻ അതേ സെയിം സാധനം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും വീഡിയോ ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലാന്ന് തോന്നുന്നു. ആ ക്ലാസ്സിൽ എടുത്ത സാധനം നമ്മളൊന്ന് റിവൈസ് ചെയ്തു ഇവിടെ. ആ, ഈ ക്ലാസ്സിൽ അത് ചെയ്തല്ലോ, അപ്പൊ ഈ ക്ലാസ് അയച്ചാ പോരെ? മനസ്സിലായില്ല? ആ ക്ലാസ്സിൽ എടുത്ത സാധനം തന്നെ ഈ ക്ലാസ്സിൽ എടുത്തു. ആ, ഈ ക്ലാസ് അയച്ചെന്നാ പോരെ? എന്തോ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. ഡിസോസിയേഷൻ കോൺസ്റ്റന്റും അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറയുന്നത്, അല്ലെ, എ ബി എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എ പ്ലസ് ബി ആവാൻ പറ്റുന്ന ഒരു മോളിക്യൂൾ ആണ്. ഓക്കെ. അത് അയൺസും ആവാം. നമ്മൾ ജസ്റ്റ് ഒരു ജനറൽ ഫോമിലേക്ക് വേണ്ടിയിട്ടാണ് ഡിസോസിയേഷൻ കൊടുക്കുന്നത്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? എക്സ്റ്റെന്റ് ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിലിബ്രിയം ഏത് ഇക്വിലിബ്രിയത്തിൽ എത്ര മാത്രം ഡിസോസിയേറ്റ് ചെയ്യാമെന്ന് നോക്കുന്ന ഒരു വാല്യൂ ആണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആൽഫ. ആ, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് വൺ ആണെങ്കിൽ അത് മൊത്തമായിട്ട് വേർതിരിഞ്ഞ് പോകും. പക്ഷെ നമ്മൾ ഈ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഉപയോഗിക്കുന്നത് ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷന്റെ കണ്ടീഷനിലാണ്. ഓക്കെ. അതിന്റെ ഡിസോസിയേഷൻ വൺ ആയിരിക്കും. അത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ സ്ട്രോങ് ബേസിന്റെ കേസിൽ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഇല്ല എന്നല്ല, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് വൺ ആയിരിക്കും. ബാക്കി എല്ലാത്തിനും വണ്ണിനേക്കാളും കുറവായിരിക്കും. ഓക്കെ. അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് തന്നെയാണ്, പക്ഷെ ഫോം ചെയ്തത് എന്തായിരിക്കും? അയൺസ് ആയിരിക്കും. ഇതുപോലെ അയൺസ് ആയിരിക്കും. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഒരു ജനറൽ ഫോമുലയാണ്. ഇങ്ങനെയാണ് സംഭവം, ഡിസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം എന്ന് പറഞ്ഞിരുന്ന ഒരു ജനറൽ ടേം. അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അയൺസ് ഫോം ചെയ്യുന്നത് മോളിക്യൂൾസിന് വേണ്ടിയിട്ട് അയണൈസേഷൻ കോൺസ്റ്റന്റ്. അയണൈസേഷൻ കോൺസ്റ്റന്റ് എടുത്ത് പഠിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരും, അല്ലെ കണ്ടക്ടൻസ് എല്ലാം നോക്കുമ്പോൾ നമ്മൾ എന്താ അയൺസിനല്ലേ നോക്കുക. ഒരു സൊല്യൂഷനിൽ നമ്മളൊരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫോം ചെയ്ത അയൺസ് മാത്രമേ കണ്ടക്ട് ചെയ്യൂ. അപ്പൊ നമുക്ക് അയണൈസേഷൻ കോൺസ്റ്റന്റ് ആണ് അറിയേണ്ടത്. ഓക്കെ. അതുകൊണ്ടാണ് അയണൈസേഷൻ കോൺസ്റ്റന്റ് എടുത്ത് വേറെ തന്നെ പഠിക്കുന്നത്. ഓക്കെ. ഓക്കെ. പോളിപ്രോട്ടിക് ആസിഡ്സ് ആൻഡ് ബേസസ് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ പഠിച്ച കാര്യങ്ങളും കൂടെ ഞാനൊന്ന് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. ഒന്നുകൂടെ വീഡിയോ ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ റിവൈസോ നോട്ടും കൂടെ കിട്ടും. ഓക്കെ. അപ്പൊ പോളിപ്രോട്ടിക് ആസിഡ്സ് ഓർ ബേസസ് എന്താ? ഓക്കെ. ഓക്കെ. ഒന്നിൽ കൂടുതൽ പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആസിഡ്സ് ആണ് പ്രോട്ടിക് ആസിഡ്. ഒന്നിൽ കൂടുതൽ ബേസിസിറ്റി കാണിക്കാൻ പറ്റുന്നത് പോളിപ്രോട്ടിക് ബേസസ്. ഓക്കെ. അതിനകത്ത് ഈ വാല്യൂസ് എന്താ? K1, K2, K3 പഠിച്ചായിരുന്നു. അത് ഇൻക്രീസ് ചെയ്യുന്നു പഠിച്ചു അല്ലേ? ഓരോ ഇതിനനുസരിച്ചിട്ട്. ഓക്കെ. അത് അത്രേ ഉള്ളൂ. അത് ഞാൻ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയിലും കൂടെ പറഞ്ഞു. ഓക്കെ. അതിന് എക്സാമ്പിളും കൂടെ ഈ നോട്ടിലുണ്ട്, കാർബോണിക് ആസിഡിന്റെ എക്സാമ്പിളും. ഓക്കെ. പോളിപ്രോട്ടിക് ബേസിസ് ആണെങ്കിൽ ഇപ്പോൾ CH3 അല്ല CO3 2- അതിനകത്ത് 2 പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. PO4 3- ആണെങ്കിൽ 3 പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിന്റെ ബേസിക് സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ. ഓസ്റ്റുവാർഡ് ഡൈല്യൂഷൻ ഇന്നലെ പഠിച്ചു അല്ലേ? ഓസ്റ്റുവാർഡ് ഡൈല്യൂഷനിൽ നമുക്ക് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്, വീക്കർ ഇലക്ട്രോലൈറ്റ്സിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ.
ഓക്കെ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ സി എടുത്ത് ഡിസോസിയേഷൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ എന്നുള്ള വാല്യൂ എടുത്ത് അങ്ങനെയാണെങ്കിൽ എന്താ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ സി ആൽഫയാവും ഇക്വിലിബ്രിയത്തിൽ, എന്റെ കോൺസെൻട്രേഷൻ സി ആൽഫയാവും ഇക്വിലിബ്രിയത്തിൽ. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താവും? നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് ഈ വാല്യൂ കിട്ടും അല്ലേ? ഇന്നലെ പഠിച്ചല്ലേ നമ്മളിത്? ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഓക്കെ, ഒന്നും ഉണ്ടെങ്കിൽ ചോദിക്കണേ. മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാൽ മതി. ആൽഫാന്റെ വാല്യൂ ഞാൻ എന്ത് പറഞ്ഞു? ഒരു സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ, വെരി വീക്ക് ആസിഡ് ആണെങ്കിലും ആൽഫാന്റെ വാല്യൂ എന്തായിരിക്കും? 0.0000 എന്ന് പറയുന്ന വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും അല്ലേ? അപ്പൊ അത് വണ്ണിനെ അപേക്ഷിച്ചിട്ടൊന്നുമല്ല. അപ്പൊ നമ്മൾക്ക് നെഗ്ലക്ട് ചെയ്യാം ചില കേസസിൽ. ഓക്കെ, വീക്ക് ആസിഡ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഫോർമുല എന്താവും? ഈ ഫോർമുലയിൽ നിന്ന് വണ്ണ് പോവും, അല്ല ശരി, വണ്ണ് മാത്രമാവും. സി ആൽഫ സ്ക്വയർ എന്താവും? സി ആൽഫ സ്ക്വയർ ബൈ വൺ ആവും. ആൽഫക്ക് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫന്റെ വാല്യൂ റൂട്ട് കെ എ ബൈ സി കിട്ടും. മനസ്സിലായിരുന്നു? ഓക്കെ. അപ്പം നമ്മൾ ബേസിന്റെ നോക്കുന്നതെങ്കിൽ റൂട്ട് കെ ബി ബൈ സി ആവും. സെയിം സാധനം. കെ എൻ എടുത്ത് കെ ബി ഇട്ടു. മനസ്സിലായോ? ഇത് സി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവായിരിക്കും. സി ആൽഫ സ്ക്വയർ ആണ്, 1/1 ആൽഫയാണ്. വീക്ക് ബേസ് ആണെങ്കിൽ ആൽഫ വാല്യൂ ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 ആയിട്ട് വരും. സി ആൽഫ സ്ക്വയർ ബൈ 1 ആവും. അപ്പൊ എന്താവും? ആൽഫാന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ റൂട്ട് കെ ബി ബൈ സി ആവും. ഇക്വേഷൻ പഠിക്കേണ്ടി വരും. ജനറൽ ആയിട്ട് എക്സാമിന് എഴുതുന്നയാണെങ്കിലും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നയാണെങ്കിലും ഇക്വേഷൻ പഠിക്കേണ്ടി വരും. ഓക്കെ, എന്നാ പിന്നെ ഇന്ന് ക്ലാസ് ഇവിടെ നിർത്താല്ലേ? ഓക്കെ, റെക്കോർഡ് ചെയ്തത് ഞാൻ അയക്കാം. എനിക്ക് അശ്വിന്റെ സൗണ്ട് റെക്കോർഡ് ആയണമെന്ന് അറിയില്ല. ഓക്കെ, ഞാൻ അയക്കാം. ഓക്കെ, ഇന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഞാൻ എൻ്റെ ലാപ്പ് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത ക്ലാസ് ഞാൻ എടുത്തില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞേക്കാം. ഓ ഇല്ല, എനിക്ക് വേണ്ടുന്ന നോട്ട്സ് ആണ്. എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റിയിട്ട് ക്ലാസ് എടുക്കാം. ഞാൻ ക്ലാസ് എടുക്കുന്ന മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ് പോരാ, എനിക്കിങ്ങനെ എടുക്കുമ്പോൾ ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അഭിപ്രായം ചോദിക്കാമെന്ന് വിചാരിച്ച്. ബി എസ് സി കുട്ടി ക്ലാസ് എടുത്തിട്ടില്ല ഞാൻ ഇതുവരെ. അപ്പം മനസ്സിലാവുന്നുണ്ടോ എല്ലാം? കണക്ഷൻ ടോപ്പിക് കണക്ട് ആവുന്നുണ്ടോ? എങ്ങനെ? ഓക്കെ, എന്തെങ്കിലും മാറ്റണമെങ്കിൽ പറഞ്ഞാ. എനിക്ക് ഇങ്ങനെയാണ് മനസ്സിലാവുന്നത്, ഇങ്ങനെ കൂടെ പറയാവോ, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, അങ്ങനെ കൂടെ പറയാവോ, എന്നാ പിന്നെ ക്ലാസ് എഫക്റ്റീവ് ആവുമല്ലോ. ഓക്കെ ഓക്കെ, എന്നാ ലീവ് ചെയ്തോട്ടോ.